മോഡി ട്രംപ് കൂടിക്കാഴ്ച ഈ വർഷം ഏതായാലും ഇല്ലെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി. ഇതാരാണ് ഒളിച്ചോടുന്നെന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ശ്രീ നരേന്ദ്രമോദി ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന നേതാവാണ്. ട്രംപ് ഒരു ലോക പോലീസ് കളിക്കുന്ന രാജ്യത്തിൻ്റെ അധിപനായിട്ട് ഇങ്ങനെ വാഴുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ വലിയ ചങ്ങാത്തം ഉണ്ടെന്ന് എല്ലാവരും കാണിക്കും. പക്ഷേ ഈ ട്രംപിനെ ഒരു കാലത്തും വിശ്വസിക്കാൻ ഒക്കുന്ന ഒരാളല്ല എന്നുള്ളത് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി തിരിച്ചറിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ തിരിച്ചറിഞ്ഞ് തുടങ്ങി. അത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഇത് മനസ്സിലാക്കി തുടങ്ങിയത്, ഈ ട്രംപിൻ്റെ തനി ഗുണം എന്താണെന്ന്. അയാൾ പറയുന്ന അനുസരിച്ച് കാര്യങ്ങൾ നടത്തിക്കൊള്ളണം, അങ്ങനെ ചെയ്തോണം, ഇങ്ങനെ ചെയ്തോണം, ഇല്ലെങ്കിൽ മൂക്കടിച്ച് കളയും എന്നൊക്കെയുള്ള ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ അടുത്ത്. പക്ഷേ അതൊന്നും വിലപ്പോയില്ലെന്ന് പറഞ്ഞാൽ ഇന്ത്യ അതൊന്നും വകവെച്ചിട്ടില്ല. അങ്ങനെ വകവെക്കാതിരുന്നത് കൊണ്ടുള്ള കുഴപ്പം എന്താണെന്നറിയോ? മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു യുദ്ധം അവസാനിപ്പിച്ചത് അയാൾ വരട്ടിയത് കൊണ്ടാണ് യുദ്ധം തീർത്തതെന്ന് പറഞ്ഞു. ഇന്ത്യക്കത് വലിയ നാണക്കേടുണ്ടായിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ. പക്ഷേ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഇന്ന് വരെ മുമ്പോട്ട് വന്ന് ഒന്നും മൊഴിയാൻ തയ്യാറായില്ല. ഈ ട്രംപ് ഇങ്ങനൊന്നും പറഞ്ഞിട്ടുമില്ല, ആ ട്രംപ് പറഞ്ഞതുകൊണ്ടല്ല ഇത് നിർത്തിയതെന്നും പറഞ്ഞില്ല. ബാക്കിയുള്ള ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക, മൂലം മാറിയിരുന്ന് അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണോ വേണ്ടത്? ഈ മൗനം വെടിയണ്ടേ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ? ഇനി അത് മാത്രമല്ല, ഇപ്പോൾ അയാൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിക്കോളാം എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അയാൾക്ക് വേണ്ടത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തണം, അതാണ് ആവശ്യം. എന്നാലേ ഇങ്ങനൊരു സംഭവമില്ല. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഏറ്റവും കൂടുതൽ വാങ്ങിയേക്കുന്ന വർഷമാണ് ഇപ്പോൾ കഴിഞ്ഞതൊക്കെ, പീരീഡൊക്കെ കഴിഞ്ഞത്. അപ്പോൾ എന്നാൽ ഇങ്ങനൊരു സംഭവമില്ല എന്ന് വിദേശകാര്യ വകുപ്പും ഒക്കെ പറയുന്നുണ്ടെന്നുള്ളതല്ലാതെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇതൊന്നും മൊഴിയാൻ തയ്യാറായില്ല. ഇങ്ങനൊരു സംഭവമില്ല, ഞാനിങ്ങനൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. സംസാരിക്കാൻ വെച്ചാൽ ഈ രീതിയിലുള്ള ഒരു സംഭാഷണം ഉണ്ടായിട്ടില്ല, അത് ഞാൻ എങ്ങനെ എഗ്രി ചെയ്തിട്ടുമില്ല, അങ്ങനെ ഇന്ത്യ അങ്ങനെ എഗ്രി ചെയ്തിട്ടുമില്ല എന്തുകൊണ്ട് പറയുന്നില്ല? രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ടെങ്കിൽ പോലും നരേന്ദ്രമോദി ഇന്ത്യയിലെ 145 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഈ ജനങ്ങളെല്ലാം ഉണ്ട്, ഇത്രയും ജനങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കേണ്ട ധൈര്യമായിട്ട്, ഇയാളെ ഭയക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. അതിന് പകരം പേടിയാണ്. ഈ പേടിയുണ്ട്, നരേന്ദ്രമോദി പേടിച്ച് ഇരിക്കുകയാണ് എന്ന് ഈ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിൽ അർത്ഥമില്ലേ? നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? ഇന്ന് വരെ അല്ലെങ്കിൽ പറയണ്ടേ ഇതൊന്നും അല്ല കാര്യം, അയാൾ ട്രംപ് പറയുന്ന ഒന്നും ശരിയല്ല, ഇത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, ഇന്ത്യയുടെ കാര്യം ഞങ്ങൾ നോക്കും, ഇന്ത്യയുടെ കാര്യം തീരുമാനിക്കേണ്ടത് അമേരിക്ക അല്ല എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? ഇനിയിപ്പോൾ എന്താണെന്നറിയോ, ഇത് പറയാനുള്ള ഒരു വേദിയായിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ കരുതിയിരുന്നു ഇവർ തമ്മിലൊരു കൂടിക്കാഴ്ച നടക്കും എന്നുള്ളത്. അപ്പോൾ ആസിയാൻ ഉച്ചകോടി ഇപ്പോൾ നടക്കാൻ പോവുകയാണ്, മലേഷ്യയിൽ വെച്ചാണ്. ട്രംപ് അവിടെ വരുന്നുണ്ട്. അവിടെ വെച്ച് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഒരു അരങ്ങൊരുങ്ങും എന്ന് കരുതിയിരുന്നു. പക്ഷേ നമ്മുടെ ശ്രീ നരേന്ദ്രമോദി എന്തായാലും പോകുന്നില്ല, ആസിയാൻ ഉച്ചകോടി പങ്കെടുക്കുന്നില്ല. അദ്ദേഹം ഈ എല്ലാ ഉച്ചകോടികൾ, ആസിയാൻ ഉച്ചകോടിയിലും അതുപോലെ തന്നെ G20 ഇതിലും ആ ഉച്ചകോടിയിലും എല്ലാം സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ആളാണ്. ഇതുവരെ എല്ലാത്തിനും ഒരു വിഷമവും ഇല്ലാതെ പോകും, അത് നിർബന്ധമായിട്ട് പോകും വേണം അദ്ദേഹത്തിന്. പക്ഷേ എന്തുകൊണ്ടോ ഈ ഇപ്രാവശ്യം ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നില്ല? അതിന് ചില കാരണങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്, അത് പറയാൻ. ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അവിടെ റാലി ഉണ്ട്, അതുണ്ട്, കുറച്ച് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും അല്ല സംഭവം. 26-ാം തീയതി മുതൽ 26-ാം തീയതി റാലി ഉണ്ട്, അത് കഴിഞ്ഞ് 30-ാം തീയതി, ഇതിനിടയിലാണ് ഈ സബ്മിറ്റ് വരുന്നത്. പക്ഷേ അതിനുവേണ്ടി ദിവസമൊക്കെ ഒഴിച്ചിട്ടിരുന്നതാണ്. പക്ഷേ തീരുമാനം എടുത്തിട്ട് പോകുന്നില്ല. എന്ന കാര്യം എന്താണെന്നറിയാമോ? ഈ ട്രംപിന് ഫേസ് ചെയ്യാൻ വയ്യ. അയാളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അടുത്ത് പോയി സംസാരിക്കുന്നതിൽ വളരെ സൂക്ഷിക്കണം, ചിലപ്പോൾ അയാൾ അടിക്കും, അങ്ങനെയുള്ള ഒരു തന്നെയാണ്, ഒന്നും പറയാൻ ഒക്കത്തില്ല. അപ്പോൾ അയാളുടെ അടുത്ത് പറയണം, ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ മതിയല്ലോ, അവിടെ പോയി പറയേണ്ട കാര്യമില്ല. ഈ പറയുന്നതെല്ലാം ഒന്നും ശരിയല്ല എന്ന് പ്രധാനമന്ത്രി എന്തുകൊണ്ടൊന്നും പറയുന്നില്ല? ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഇതൊന്നും മൊഴിയുന്നില്ല? കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഇങ്ങനൊന്നുമില്ല, യുദ്ധം തീർത്തത് ഞങ്ങളാണ്, അല്ലാതെ അത് അമേരിക്കയുടെ ഇടപെടലല്ല എന്ന് ഒന്ന് പറയണം.
അതിനുള്ള നട്ടൽ കാണിക്കണ്ടേ? അത് കൂടാതെ ഇപ്പോൾ ഇതുപോലെ ഈ ആസിയാൻ ഉച്ചകോടി പങ്കെടുക്കാതെ പോകാതിരിക്കുന്നതാണോ വേണ്ടത്? പോകണമായിരുന്നു. അവിടെ പോയിട്ട് അയാളുടെ അടുത്ത് മുഖത്ത് നോക്കി പറയണം, ഇത് ശരിയല്ല, നടക്കത്തില്ല, നിങ്ങൾ പറയുന്നത് നടക്കുകയല്ല, സോറി എന്ന് പറഞ്ഞോണം. കാര്യം തീർന്നല്ലോ അവിടെ. അതിന് പകരം അനങ്ങാതെ മാറിയിരുന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇനി G20 ഉച്ചകോടിക്ക് അതിൽ ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയെ വെച്ചാണ്, നവംബറിലാണ്. അപ്പോൾ നമ്മളെല്ലാം കരുതിയിരുന്നത് അവിടെ വെച്ച് ഈ ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കും. പക്ഷേ ട്രംപ് പോകുന്നില്ല അവിടെ. അതാ ഞാൻ പറഞ്ഞ് ഒളിച്ചുകളി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ട്രംപ് ഇവിടെ മലേഷ്യ വരുന്നുണ്ട്, ഇവിടെ ശ്രീ നരേന്ദ്രമോദി പോകുന്നില്ല. ഇനി ശ്രീ നരേന്ദ്രമോദി G20 സബ്മിറ്റിന് സൗത്ത് ആഫ്രിക്കയിൽ പോകുന്നുണ്ട് നവംബറിൽ, പക്ഷേ അവിടെ ട്രംപ് വരുന്നില്ല. അപ്പോൾ ഏതായാലും ഈ വർഷം ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നതല്ല എന്നുള്ള ഇത് മനസ്സിലായിട്ടുണ്ട്, വെളിവായിട്ടുണ്ട്. ഇതിങ്ങനെ ഒളിച്ചുകളി നടത്താതെ, മാത്രമല്ല ഒരുപാട് ഇന്ത്യയെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ശല്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുവൊക്കെ ഒരുപാട് കൂട്ടി, ഇവിടുത്തെ കയറ്റുമതിയൊക്കെ ഒരുപാട് വളരെ ബുദ്ധിമുട്ടിലാണ്. അതിന് പകരമായിട്ടുണ്ടല്ലോ പകര ചുങ്കം, അതേപോലെ തന്നെ ഇന്ത്യ ഏർപ്പെടുത്താൻ മടിക്കരുത്. ചൈന എന്നില്ലേ, അതേപോലെ അങ്ങോട്ട് ചെയ്യണം അന്തസ്സായിട്ട്. ആ രീതിയിലുള്ള അങ്ങനെ മാത്രമേ ഇത് ഒതുക്കാൻ പറ്റുള്ളൂ. അമേരിക്ക വളരെ വലിയ പ്രതിസന്ധിയിലാകട്ടോ. കാരണം ഇപ്പോൾ ഏതാണ്ട് കഴിഞ്ഞ 23 ദിവസം കഴിഞ്ഞു അവിടെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടിയിട്ട്. കാര്യം എന്താണെന്നറിയോ, ഇത് പല പ്രാവശ്യം ആ ബില്ല് കൊണ്ടുവന്നെങ്കിലും ആ ബില്ല് അംഗീകരിക്കപ്പെട്ടില്ല. അങ്ങനെ ഈ ആളുകളൊക്കെ ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ വളരെ കഷ്ടപ്പാടിലാണ്. അവർ പലരും ഇപ്പോൾ ലീവിലൊക്കെയാണ് പോയിരിക്കുന്നത്. കാരണം ഒരു നിവൃത്തിയില്ല, കാശ് കിട്ടത്തില്ല, ശമ്പളം കൊടുക്കുന്നില്ല, മനുഷ്യർക്ക് ജീവിക്കണ്ടേ. അത്രയും പ്രതിസന്ധി അവിടെ ഉണ്ട്. അത് നോക്കാതാണ് അയാൾ ലോകം നന്നാക്കാൻ നടക്കുന്നത്. അത് നന്നായിക്കോട്ടെ, നല്ല കാര്യമാണ്. അത് തീർത്തു, ഇത് തീർത്തു, ഇതെല്ലാം നോബൽ സമ്മാനത്തിന് വേണ്ടിയായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് കടിയൊന്ന് വിടും അതിൽ നിന്ന്. കാരണം എന്തെന്നറിയോ, നോബൽ സമ്മാനം ഇപ്രാവശ്യത്തെ കിട്ടിയില്ല. ഇനി അടുത്ത നോബൽ സമ്മാനത്തിന് വേണ്ടി ഉള്ള ഒരുക്കമായിരിക്കാം നടക്കുന്നത്. അതിനുവേണ്ടി ഒരു യുദ്ധം ഉണ്ടാക്കണം, എന്നിട്ട് യുദ്ധം തീർക്കണം. ഇതാണ് ഇപ്പോൾ അതിനുവേണ്ടി ഇസ്രായേലിനെ അഴിച്ചുവിടണം. ഇതൊക്കെയായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലുള്ള പണികൾ കാണിച്ചുകൊണ്ടിരിക്കും. വളരെ ബുദ്ധിമുട്ട് ലോകത്തിനുണ്ടാക്കും. അതെല്ലാം അധികാര കൊതി മാത്രമല്ല, അധികാര ഗർവെന്ന് നമുക്ക് പറയാൻ വെക്കുന്നില്ല. കാരണം അതൊന്നുമല്ല. ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ പെരുമാറുന്നെന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അറിയാവുള്ളൂ, വേറെ ആർക്കും അറിയാൻ ഒക്കത്തില്ല. ആ രീതിയിലുള്ള പെരുമാറ്റമാണ് നടക്കുന്നത്. എന്തായാലും ശരി, ഇന്ത്യ നല്ല ചങ്കറപ്പോടുകൂടി നമ്മുടെ പ്രധാനമന്ത്രി പറയണം, ഞങ്ങളുടെ രാജ്യത്തെ കാര്യങ്ങൾ ഞങ്ങളാണ് നോക്കുന്നത്, അല്ലാതെ അമേരിക്ക അല്ല നോക്കുന്നത്, ഡൊണാൾഡ് ട്രംപ് അല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് അദ്ദേഹം ചങ്കറപ്പോടുകൂടി പറയണം. അതിന് ഒളിച്ചുകളിയുടെ ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ലല്ലോ. ഇനി ഏതൊക്കെ ന്യായം പറഞ്ഞാലും ഇതൊരു നാണക്കേട് തന്നെയാണ്. ഈ ആസിയാൻ ഉച്ചകോടിയിൽ ഇവർ തമ്മിൽ കാണും എന്ന് വിചാരിച്ചിരുന്നു. ചിലപ്പോൾ കാണാൻ ട്രംപ് തയ്യാറായില്ലെങ്കിൽ കാണണ്ട. ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഒട്ടും പുറകിലല്ല. അതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അത് ശ്രീ നരേന്ദ്രമോദി മനസ്സിലാക്കേണ്ടത് അതാണ്. നിങ്ങൾ 145 കോടി ജനങ്ങളുടെ അധിപനാണ്, ഭരിക്കുന്ന ആളാണ്. അങ്ങനെ വരുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെ കഴിയും നിങ്ങൾ ഒരു പടി മുമ്പിലാണ്, പുറകിലല്ല എന്നുള്ളതൊന്ന് കരുതണം. അതുപോലെ അഹങ്കാരം കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതൊന്ന് വ്യക്തമാക്കണം. അതിനുവേണ്ടി ഒളിച്ചുകളിയുടെ ആവശ്യമുണ്ടോ? പോകണമായിരുന്നു. വൈ യു ആർ ഷൈയിങ് എവേ? അതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം.